കംസൻ എല്ലാ തരത്തിലുള്ള അസുരന്മാരെയും വിളിക്കുകയാണ്. പ്രലംബാസുരനും എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. എന്നിട്ട് യോഗമായ ദേവി പറഞ്ഞ കാര്യം കംസൻ അവിടെ പറയുകയാണ്. എൻ്റെ അന്തകൻ ജനിച്ചു കഴിഞ്ഞിരിക്കുകയാണ്, അതുകൊണ്ട് നിങ്ങളെല്ലാവരും എല്ലാ കുട്ടികളും കൊന്നേക്കാൻ പറഞ്ഞു. അസുരന്മാർ പറഞ്ഞു, അങ്ങ് വില്ലും പിടിച്ച് യുദ്ധത്തിനായിട്ട് നിന്നു കഴിഞ്ഞാൽ ദേവന്മാർ പോലും ഭയപ്പെടും, പിന്നെ ഒരു കുട്ടി ഇത്രയും ഭയപ്പെടേണ്ട ആവശ്യം എന്താണ്? പശുക്കൾ, ബ്രാഹ്മണർ, ഭക്തർ, വേദങ്ങൾ, ദേവന്മാര്, ഇതെല്ലാം ധർമ്മത്തിന്റെ പ്രതീകമാണ്. ഇതെല്ലാം വിഷ്ണുവിന്റെ അവയവങ്ങളാണ്. അവരെല്ലാം നമ്മൾ നശിപ്പിച്ചു കഴിഞ്ഞാൽ വിഷ്ണുവിന്റെ ശക്തിയും ക്ഷയിക്കും. അങ്ങനെയാണ് ഇവരുടെ വിചാരം. അതുകൊണ്ട് ഇനി അങ്ങയുടെ ശത്രുവായ വിഷ്ണു ഈ ലോകത്തിൽ അവതരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാ പശുക്കളെയും എല്ലാവരും കൊന്നാൽ മതി. അപ്പം പിന്നെ എല്ലാം ശരിയാവും. നിങ്ങളൊന്ന് ആലോചിച്ചു, ഇന്ന് ലോകത്ത് ഇതൊക്കെയാണ് നടക്കുന്നത്, അല്ലേ? അതുകൊണ്ട് നമുക്കറിയാൻ പറ്റും ഇന്ന് ഈ ലോകം അധപ്പതിക്കുന്നതിൻ്റെ മെയിൻ കാരണം ഗോഹത്യയാണ്. ഞാൻ എപ്പോഴും നമ്മുടെ സത്സംഗത്തിൽ പറയുന്നു, പശുക്കൾ എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടിയുടെ മാത്രം സ്വത്തല്ല, അത് ഭൂമിയുടെ സ്വത്താണ്. പശുക്കളെ സംരക്ഷിക്കുകയാണെങ്കിൽ ഭൂമിദേവി ഒരുപാട് സന്തോഷിക്കും. ഭൂമിദേവി ഒരുപാട് സമ്പദ് സമൃദ്ധി നമുക്ക് നൽകും. ഇന്ന് കൃഷി ഉത്പന്നങ്ങളൊക്കെ കുറയുന്നതിൻ്റെ മെയിൻ കാരണം പശുക്കളെ സംരക്ഷിക്കാത്തതുകൊണ്ടും പശുക്കളുടെ രക്തം ഭൂമിയിൽ വീഴുന്നതുകൊണ്ടാണ്. കാളകളും പശുക്കളും ഇവരാണ് ഭൂമിയുടെ ആധാരം. കാളകളെയും ഗോഹത്യ ചെയ്യുമ്പോൾ സമ്പദ് സമൃദ്ധി നഷ്ടപ്പെടുകയാണ്. പിന്നെ പശുക്കളെ വളർത്തുന്നുണ്ടെങ്കിലും പാലിന് വേണ്ടി മാത്രം വളർത്തുന്നു. അവർക്ക് വേണ്ടുന്ന ആഹാരം കൊടുക്കുന്നില്ല, അവരെ വേണ്ടുന്ന രീതിയിൽ സംരക്ഷിക്കുന്നില്ല. അവരെ ഒരു ഉപഭോഗ വസ്തുവായിട്ട് മാത്രം അവരിൽ നിന്നും ഓരോന്നും ലഭിക്കാൻ വേണ്ടി മാത്രം അവരെ വളർത്തുന്നു. എന്നിട്ട് ഒരു മഷീനെ പോലെയാണ് അവരെ നോക്കുന്നത്. അതൊന്നും ഒരു ശരിയായിട്ടുള്ള രീതിയല്ല. അതുകൊണ്ടാണ് ഈ ഭൂമി ഇപ്പോൾ അധപ്പതിച്ച് പോകുന്നത്, തമ്മി അടിച്ചു ചാവുന്നത്. കാരണം ഒന്നിച്ചു നിൽക്കാനുള്ള യോഗ്യതയില്ല. ഇങ്ങനെയുള്ള പശുക്കളെ എല്ലാം കൊന്ന് അവർ തിന്ന് ജീവിക്കുകയാണ്. എന്നിട്ട് പിന്നെ തമ്മി അടിച്ച് ചാവട്ടെ എന്ന് തന്നെയാണ് ഭഗവാന്റെ നിയമം. അതുകൊണ്ടാണ് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നമ്മൾ ഗോഹത്യ ചെയ്യുമ്പോഴത്തെ എന്ത് പറ്റും, അതിനനുസരിച്ച് കലി കൂടുതൽ ശക്തമാവും. കലി എന്താ ചെയ്യും? കലഹം ഉണ്ടാക്കും. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് കലഹം ഉണ്ടാക്കുന്നുണ്ട്. അത് നമുക്കിപ്പം കാണാൻ പറ്റുന്നുണ്ട്, അല്ലേ?